ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ആകെ പെട്ടിരിക്കുകയാണ്. ദാസ് എന്ന് പറയുന്ന ആ പിയെ ശ്രുതിയെ ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നീ എൻ്റെ ജീവിതം തകർത്തു, ഇനിയിപ്പോൾ എന്തായാലും നിന്റെ ജീവിതം ഞാൻ തകർത്തിരിക്കും, ഉറപ്പായിട്ടും നിന്റെ വിവാഹ ദിവസം ഞാൻ അവിടേക്ക് വരികയും നിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോട് അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരോട് എല്ലാ സത്യവും ഞാൻ തുറന്നു പറയും. നീ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും നിനക്കൊരു കുട്ടിയുണ്ടെന്നും എല്ലാതും ഞാൻ വെളിപ്പെടുത്തുമെന്ന് ആദ്യം പറയുമ്പോൾ അങ്ങനെ നമ്മുടെ ശ്രുതി ഞെട്ടിയിരിക്കുകയാണ്. ശ്രുതി കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ കൂട്ടുകാരുടെ നിർബന്ധപൂർവം അവൾ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഡ്രസ്സ് മാറാനുള്ള മുറിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ചന്ദ്ര. അതേ സമയത്ത് ചന്ദ്ര ഒരുപാട് ആഭരണങ്ങളും അതുപോലെ ഡ്രസ്സും ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേഗം അണിഞ്ഞ് അവിടേക്ക് വായു എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അതൊന്നും ചെയ്യുന്നില്ല. ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്തായാലും തൻ്റെ ജീവിതം അയാൾ തകർക്കുമെന്നുള്ള ഒരു ഇതിൽ. അതുകൊണ്ട് തന്നെ ശ്രുതി ഈ ഒരു കാര്യം സുധിയെ അറിയിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ സുധിയുടെ അരികിലേക്കായിട്ട് കൂട്ടുകാരിയെ പറഞ്ഞയക്കുന്നുണ്ട്, സുധിയെ ഒന്ന് കാണാനും അതുപോലെ സംസാരിക്കാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ കൂട്ടുകാരി അവിടേക്ക് എത്തുമ്പോൾ ചന്ദ്ര അതേ റൂമിലേക്ക് വരികയാണ്. നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ആ കൂട്ടുകാരിയെ വഴക്ക് പറയുകയും ആ കൂട്ടുകാരിയെ ശ്രുതിയുടെ അരികിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ശ്രമം പാളിപ്പോവുകയാണ്. പിന്നെ അടുത്തതായി ശ്രുതി ശ്രമിക്കുന്നത് തൻ്റെ ഫോൺ എടുത്ത് ശ്രുതിയെ ആ സത്യങ്ങൾ അറിയിക്കാനാണ്. അങ്ങനെ ഫോൺ എടുത്തിട്ട് എല്ലാ സത്യങ്ങളും ആ ഫോണിലൂടെ തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കോള് നോക്കുമ്പോൾ പിന്നീട് കാണുന്നത് കോള് കട്ടായിരിക്കുന്നതാണ്. എന്തായാലും ശ്രുതി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇനി ശ്രുതി തീരുമാനിക്കട്ടെ കല്യാണം വേണോ വേണ്ടയോ എന്നുള്ള കാര്യം എന്നൊക്കെ. അങ്ങനെ ശ്രുതി ചന്ദ്രയുടെ നിർബന്ധപ്രകാരം ഒരുങ്ങി മണ്ഡപത്തിലേക്ക് വരികയാണ്. അവിടെ എത്തുമ്പോൾ ശ്രുതിയെ കാണുന്നുണ്ട്. അപ്പോൾ ശ്രുതി നല്ല ടെൻഷനിലും വളരെ വിഷമത്തോടു കൂടി അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അരികിലേക്ക് ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ വേണ്ടത്, ഞാൻ മണ്ഡപത്തിലേക്ക് വരണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണം, പിന്നെ മണ്ഡപത്തിലേക്ക് വരാതെ നമ്മൾ രണ്ടുപേരും കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുകയല്ലേ, പിന്നെന്താ ഇപ്പോൾ ഒരു സംശയം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിക്ക് സംശയമാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അപ്പോൾ ശ്രുതി കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അത് നീ ഒരു കാര്യം എന്നോട് പറയാനുണ്ട് എന്ന് പറഞ്ഞില്ല, ആദ്യമൊക്കെ ഞാൻ കേട്ടായിരുന്നു, പിന്നെ പറയാനുണ്ട് എന്ന് പറഞ്ഞു നിൽക്കണം. അതേ സമയത്ത് തന്നെ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കുകയും ഇനിയിപ്പോൾ ഈ സമയത്ത് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. അതപ്പം തന്നെ അച്ഛൻ കട്ട് ചെയ്യുകയും ചെയ്തു. ആ ഒരു വിഷമത്തിലാണ് ഞാൻ. ഇനി എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് അച്ഛൻ ഫോൺ തരികയുള്ളൂ. എന്താ ശ്രുതി നിനക്ക് പറയാനുള്ളത്, ഇപ്പം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരി കണ്ണുകൊണ്ട് കാണിക്കുകയാണ്, വേണ്ട പറയണ്ട. അങ്ങനെ ശ്രുതിയെ മാറ്റി നിർത്തി കൂട്ടുകാരി പറയുന്നുണ്ട്, നീ എന്തായാലും പറയാൻ പോയി, പക്ഷെ അത് നടന്നില്ല. ഇനിയിപ്പം നീ പറയാനൊന്നും നിൽക്കണ്ട, കാരണം ഇത് ദൈവത്തിൻ്റെ എന്തോ ഒരു കളിയാണ്. എന്താ എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞിട്ടും അത് ശ്രുതി കേട്ടില്ല. അപ്പോൾ ഈ കല്യാണം നടക്കണമെന്ന് തന്നെയായിരിക്കും ദൈവത്തിൻ്റെ തീരുമാനം, നീ പറയാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് ശ്രുതിയെ മനസ്സ് മാറ്റിക്കുകയും ചെയ്യുകയാണ്. പിന്നീടുള്ള ഭാഗം പിന്നീട് അടുത്ത റിവ്യൂവിൽ കേൾക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.